ആലുവ മെട്രോ സ്റ്റേഷനോട് വളരെ അടുത്തായിട്ട് ചൂണ്ടിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ചൂണ്ടി മെയിൻ ജംഗ്ഷനിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും പോകാവുന്നതാണ്. കളമശ്ശേരി റൂട്ടിലേക്ക് കയറുന്ന ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ഡെഡ് എൻഡിലാണ് നമ്മുടെ വീട് വന്നുള്ളത്. 3.4 സെൻറ്റ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. മനോഹരമായിട്ടാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഇനി ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവുകയാണ്. 4 മീറ്ററാണ് റോഡിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത്. ബോക്സി ഡിസൈനിലാണ് എലവേഷൻ കൊടുത്തിട്ടുള്ളത്. ഡെഡ് എൻഡിലും കൂടിയാണ് നമ്മുടെ ഈ വീട് വന്നിട്ടുള്ളത്. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ്. അതായത് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വന്നു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഇന്നോവ ക്രിസ്റ്റ പോലുള്ള വാഹനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കോബിൾ സ്റ്റോണും ടൈലുമാണ് ഭാഗമുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്കാണ് വീടിൻ്റെ മുഖദർശനം വരുന്നത്. അതായത് ഡോറ് വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. അപ്പം നോർത്തിലാണ് പോർച്ച് വന്നുള്ളത്. അപ്പോൾ ഈ ഭാഗം വരുന്നത് നോർത്തിലാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് അടുക്കള വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് മാരുതി ഓൾട്ടോ പോലുള്ള ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നടക്കാനുള്ള സ്പേസ് ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് വരികയാണ്. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നേരെ അകത്തേക്ക് കയറാം. വീടിൻ്റെ പ്രധാന ഡോറ് വന്നിരിക്കുന്നത് 2 പീസിലാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ ഫേസ് വരുന്നത് നോർത്തിലേക്കാണ്. നേരെ അകത്തേക്ക് വരാം. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. നല്ല ലെങ്തി ആയിട്ടാണ് ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കോർണർ സോഫ സെറ്റീസ് ഇടാവുന്നതാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വെസ്റ്റ് സൈഡ്. ഫ്രഞ്ച് വിൻഡോ സൈഡാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും വിൻഡോസുകൾ വന്നിട്ടുണ്ട്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ TV യൂണിറ്റിന് വന്നിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഡൈനിങ് ഏരിയ വരുന്നത് തന്നെ ഓപ്പൺ കിച്ചണോട് കൂടി തന്നെയാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാം. ചെയർ ഇട്ടാൽ മാത്രം മതി. നാനോവൈറ്റ് ഗ്രാനൈറ്റ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മേലെ ഫാൾ സീലിംഗിൽ ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ളൊരു പ്രൊവിഷനും അവൈലബിൾ ആണ്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ DB യൂണിറ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അതായത് ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ വയ്ക്കാവുന്ന രീതിയിൽ. അപ്പം ഇവിടെയായിട്ട് ഒരു ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൂടെ ഉണ്ട്. തറനിരത്തിൽ നിന്ന് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. 2 സൈഡും ഡോറ് വെച്ചിട്ട് അടച്ചുറപ്പുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്കിവിടെ ചെയ്യാവുന്നതുമാണ്. അപ്പം നല്ലൊരു കിച്ചനും കണ്ടു. ഇവിടെ വാട്ടർ സോഴ്സിനായിട്ട് KW വാട്ടർ കണക്ഷനാണ് വരുന്നത്. ഡയറക്റ്റ് മേലെ ടാങ്കിലേക്ക് കയറുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നമുക്ക് സ്റ്റോറേജ് ടാങ്ക് താഴെ കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വെൽ വാട്ടറിനുള്ളൊരു പോർഷനും സ്പേസും നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഫൈബർ ലാമിനേഷൻ വർക്കും, അതായത് വുഡിൻ്റെ ടെക്സ്ചറിലാണ് അത് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോ വരുന്നുണ്ട്. അതായത് ഒരു വാള് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജനലിൻ്റെ ഭാഗം മാത്രമായിട്ട് അത് കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് കുഷൻ ആഡ് ചെയ്യാവുന്ന രീതിയിൽ ബേ വിൻഡോ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് സ്പേസും വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. വാഷ് സ്പേസിൻ്റെ മേലെ ഇനി ലൈറ്റും മിററും വരാനുണ്ട്. ഡയവേറ്റർ വന്നിരിക്കുന്നത് സിറയുടെയാണ്. കുറച്ച് ഫിറ്റിങ്സ് ഇനിയും വരാനുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണ്. ഭിത്തി വരുന്നത് ഗ്ലോസിയും ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം കണ്ടു. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് വുഡിൻ്റെ ടെക്സ്ചറിലുള്ള മാറ്റ് ടൈലാണ് വന്നുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. ടീക്ക് വുഡാണ് കൊടുത്തിട്ടുള്ളത്. മേലേക്ക് കയറാം. ഇത് വെസ്റ്റ് സൈഡാണ്. പെർഗോളാസ് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗത്തൊക്കെ
ലൈറ്റും കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് വരുന്നത്. അതിവിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് TV സ്പേസ് കിട്ടിയിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗിലും ഗംഭീരമായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇത് നോർത്ത് സൈഡിൽ വിൻഡോസ് വന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് വന്നിരിക്കുന്നത് ബാൽക്കണിയുടെ ഹാൻഡിലിന് കൊടുക്കുന്ന ഗ്ലാസ്സാണ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത്, അതായത് ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഭാഗമാണത്. ഇങ്ങനെ മേലേക്ക് കയറാവുന്ന രീതിയിൽ വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ. ഡ്രസ് വർക്ക് ആണെങ്കിൽ ആ സ്പേസും കൂടി യൂസ് ചെയ്യാം. സ്റ്റാൻഡ് അടിച്ച് തന്നെയാണ് ടാങ്ക് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ടാപ്പിലൊക്കെ നല്ല പ്രഷർ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പർ ലിവിങ്ങിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലാണ്. ഇവിടെ പവർ പോയിൻ്റ് വന്നിട്ടുണ്ട്. ഈ ഏരിയ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് സ്പേസൊക്കെ ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 13 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഒരു സൈഡിൽ ബേവിൻ്റെ കൊടുത്തിട്ടാണ് വാൾഡ്രോബ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ കയറി വരുന്ന ഭാഗത്ത് ഫൈബർ ലാമിനേഷൻ വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ബാൽക്കണിയും കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ബാൽക്കണി കാണാം. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സാണ് എല്ലാത്തിലും യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ബാൽക്കണിക്കുണ്ട്. ഫ്രണ്ടിൽ ചെറിയ സ്പേസ് കൂടി നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പം ആ ഭാഗത്തൊക്കെ നമുക്ക് പ്ലാന്റ്സുകൾ വയ്ക്കാവുന്നതാണ്. ഇത്രയും സ്പേസ് നമുക്ക് ബാൽക്കണിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഗ്രേവിൻ്റെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. അപ്പോൾ നേരെ നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ ഇനി മിററും ലൈറ്റും വരാനുണ്ട്. മിക്സറാണ് വന്നുള്ളത്. 3-way മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. ഇതെല്ലാം സെറയുടെ ഫിറ്റിങ്സ് ആണ്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. അപ്പോൾ നല്ലൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3.25 സെൻറ്റ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. താഴെ ഇതിന് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസോട് കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 72 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വല്ല നെഗോഷ്യബിളുമാണ്. അപ്പോൾ ഇത് ആലുവ ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട്, അതായത് ചൂണ്ടി ജംഗ്ഷനോടും ആലുവയിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എയർപോർട്ടിലേക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ഉള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.